ഡിസാസ്റ്റർ വരുന്ന സമയത്ത് നമ്മൾ മാക്സിമം സേഫ്റ്റി അല്ലെങ്കിൽ മാക്സിമം ആയിട്ടുള്ള എന്ത് നമുക്ക് എടുക്കാൻ പറ്റും അത് വെച്ചിട്ടാണല്ലോ നമ്മൾ റിക്വസ്റ്റ് പുട്ടപ്പ് ചെയ്യുന്നത്. അല്ല ഒരു ഡിസാസ്റ്റർ ഇപ്പോൾ ഒരു മലയിടിച്ച് നടന്നു, ആദ്യം പോലീസ് പോയി കുറച്ച് മണ്ണ് വാരുക, ഇങ്ങനെയല്ലല്ലോ. ഇത്രയും വലിയൊരു ഹെവി ദുരന്തം നടന്നതിന് ശേഷം നമ്മുടേതായിട്ടുള്ള അപ്രോച്ച് എന്ന് പറയുന്നത് ആദ്യമേ ഇപ്പം ചെയ്തിരിക്കുന്ന ഈ പ്രൊഫഷണൽ അപ്രോച്ച്, സ്കൂബ ഡൈവേഴ്സ്, ഹെലികോപ്റ്റേഴ്സ്, അതുപോലെ തന്നെ റഡാർ സെർച്ച്, ഇതെല്ലാം ആ ദിവസം തന്നെ സെർച്ച് ചെയ്തിട്ട് ലൊക്കേഷനെ കൊണ്ടുവരുന്നതിന് പകരം ഇവർ ഡിസ്കഷൻസും ചെയ്തുകൊണ്ട് ഓഫീഷ്യൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് 6-ാം ദിവസമാണ് ആർമിക്ക് റിക്വസ്റ്റ് പോകുന്നത്. എന്നിട്ടാണ് 7-ാം ദിവസം ആർമി വണ്ടികൾ അവിടെ നിന്ന് വരുന്നത്, അതും ബെൽഗാമിൽ നിന്ന് ബൈ റോഡ് വരികയാണ്. അപ്പോൾ ഇതൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് പ്രൊഫഷണലി എവിടേക്കോ ഒരു ഡിസ്ക്വാളിഫിക്കേഷൻ ഫീൽ ചെയ്യുന്നില്ലേ സാർ? ഞാൻ ഈ അർജുന് വേണ്ടിയുള്ള കണ്ടെത്തലിൻ്റെ 11 ദിവസങ്ങൾ പിന്നിട്ടു. ഈ 11 ദിവസങ്ങൾ പിന്നിട്ടു ഇന്ന് 12ാമത്തെ ദിവസത്തേക്ക് കടന്നു. പക്ഷേ അന്വേഷണങ്ങൾ ഒരുപാട് നടന്നെങ്കിലും യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഈ ദുരന്ത നിവാരണ അതോറിറ്റി, അതായത് ഒരുപാട് മിസ്റ്റേക്കുകൾ സംഭവിച്ചു. ഞാൻ മുന്നേയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഒരു വീഡിയോസിൽ ഞാൻ സൈനുവിനെ കൂടെ സംസാരിച്ചപ്പോഴും അവരുടെ സൈഡാണ് പറഞ്ഞത്. അതായത് ഇവിടെ വലിയ വലിയ മിസ്റ്റേക്കുകൾ സംഭവിച്ചിട്ടുണ്ട്. രഞ്ജിത്ത് ഇസ്രായേലൊക്കെ വന്ന സമയത്ത് രഞ്ജിത്ത് ഇസ്രായേലിന് അതിലൊന്നും ഇടപെടാനോ അത്തരം കാര്യങ്ങൾ സംസാരിക്കാനോ പോലും ഒരു കൂട്ടാക്കിയില്ല. സത്യം പറയുകയാണെങ്കിൽ ആ ദുരന്ത നിവാരണ അതോറിറ്റി ഉണ്ടായിരുന്ന ആ ഒരു കോർ ടീം, അവരെ ഈഗോ തന്നെ ആയിരുന്നു ഇതൊക്കെ ഇങ്ങനെ കൊണ്ടെത്തിച്ചത്. ഈ ട്രക്കിൻ്റെ അവശിഷ്ടങ്ങൾ അവിടെയും ഇവിടെയൊക്കെ കിടക്കുന്നുണ്ട് പറഞ്ഞ് പല ദിവസവും പുതിയ പുതിയ സിഗ്നൽ ലഭിച്ചു എന്നൊക്കെ പറയുമ്പോഴും ഇതൊക്കെ ഒരിക്കലും ഒരു യാഥാസ്ഥികതയായിട്ട് ഇത് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ്. അന്ന് ഇത് സംഭവിച്ച് ഒരു ദിവസം ബ്ലാങ്കായിരുന്നു. 3-ാമത്തെ ദിവസത്തേക്ക് എത്തിപ്പെട്ടു. 3-ാമത്തെ ദിവസമാണ് ഇവരിതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചെയ്തത്. ഇപ്പോൾ പൊതുവെ അവിടെ ഒരു ശൈലി എന്ന് പറഞ്ഞത് മുൻപും പല വിഷയങ്ങളിലും അങ്ങനെയാണ് അവരൊരു ഇതെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കാരണം ഇത്തരത്തിലൊരു വിഷയം സംഭവിച്ചു കഴിഞ്ഞാൽ അതിനെ ഒരു നവറാക്കുന്ന കാരണം ഇപ്പം തന്നെ നമ്മൾ ഈ അർജുനു വേണ്ടി ശബ്ദിച്ച സമയത്താണ് അവിടെ നിരവധി മറ്റുള്ള ജഡങ്ങൾ കിട്ടുന്നതും. ഇതുമായി സംബന്ധിച്ച് ഒരുപാട് എന്താ പറയുക, ടോട്ടലി അവർ ആ മിഷൻ ഫെയിലിയറാണെന്ന് തന്നെ പറയാം. അവസാന ഘട്ടത്തിലാണ് ഇതൊക്കെ ഫെയിലിയറൊക്കെ ആയതിനു ശേഷം അവസാന ഘട്ടത്തിലാണ് സൈന്യത്തിനൊക്കെ ഇടപെടാൻ പോലും ഇവർ അനുവദിച്ചത്. കര ആസ്ഥാനമാക്കിയിട്ട്, അതായത് നമ്മൾ ഇത്തരത്തിൽ രഞ്ജിത്ത് ഇസ്രായേലിനൊന്നും ഇതിലൊന്നും പഴി പറയാൻ പറ്റില്ല. കാരണം ഇവർക്ക് ഇവരുടേതായ ഒരു ധാർഷ്ട്യമാണ്. അപ്പോൾ ആ ഒരു ധാർഷ്ട്യം മാത്രമാണ് അവിടെ നടന്നിട്ടുള്ളത്. സത്യത്തിൽ ഇവിടെ ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ അല്ല നടക്കുന്നത്, അതുകൂടെ നമ്മൾ മനസ്സിലാക്കണം. ഒരു റിക്കവറി ഓപ്പറേഷൻസാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇനിയിപ്പോൾ അർജുനെ ഈ ഓരോ ദിവസവും ഇനിയിപ്പോൾ 12ാമത്തെ ദിവസം എത്തുമ്പോഴേ ഒരു ശവശരീരം അല്ലെങ്കിൽ ജീവനില്ലാത്തൊരു ശരീരം ഇനി വെള്ളത്തിൻ്റെ അടിയിൽ ഉണ്ടെങ്കിൽ തന്നെ എന്തായിരിക്കും അതിൻ്റെ അവസ്ഥ? അത് എവിടെ ആയിരിക്കും? ഇപ്പോഴും അവർ പെർഫെക്റ്റായിട്ട് സ്ഥിരീകരിച്ചിട്ടുള്ള കാലാവസ്ഥ അനുകൂലമല്ലാത്ത ഒരു സാഹചര്യം അത് യഥാർത്ഥത്തിൽ ഉള്ളത് തന്നെയാണ്. എന്നിരുന്നാലും ഇപ്പോൾ സ്കൂബ ഡൈവേഴ്സിനൊന്നും ഒരു വിധത്തിലും താഴേക്ക് അടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് അത്രയ്ക്കും. പിന്നെ നദി ഈ ഒരു സിറ്റുവേഷനിൽ വളരെയധികം കളറൊക്കെ ചേഞ്ചായിക്കൊണ്ട് ഒരു മഡായിട്ടാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. താഴേക്ക് പോകുന്തോറും ഇത് വളരെ ഇതായിട്ടുള്ള വളരെ കാഠിന്യം കൂടിയ മഡാണെന്നാണ് സ്കൂബ ഡൈവേഴ്സൊക്കെ പറയുന്നത്. പിന്നെ മാത്രമല്ല 100 കിലോനൊക്കെ വളരെ സിമ്പിളായിട്ട് താഴെക്കൂടെ ഒഴുകിപ്പോവും. അത്രയും വേഗതയിലാണ് അടിയൊഴുക്ക്. അതൊക്കെ ഇതിനൊരു മറ്റൊരു. പക്ഷേ ഇന്നലെ വീണ്ടും മറ്റൊരു സിഗ്നൽ ലഭിച്ചു എന്ന് പറയുന്നുണ്ട്. പക്ഷേ അവർ എന്തുകൊണ്ട് അതായത് നദിയുടെ ഒരു സൈഡ് വശത്തു നിന്നും മധ്യവശത്തേക്ക് ഉള്ള ആ 40 മീറ്ററോളം
നടുവിൽ കിടക്കുന്ന ആ മൺകൂന എന്തുകൊണ്ട് ഒന്നും മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം ആ മൺകൂന അതങ്ങനെ അവിടെ നിൽക്കണം എന്നുണ്ടെങ്കിൽ, കാരണം താഴെ ഇത്രയും വലിയ ഒഴുക്കായിട്ടും ആ മൺകൂന അവിടെ നിൽക്കണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സംതിങ് അതിൻ്റെ ഉള്ളിലില്ലാതിരിക്കുമോ? സത്യത്തിൽ ഇവരെടുത്ത് ഈ ഒരു ദുരന്ത നിവാരണ അതോറിറ്റി അല്ലെങ്കിൽ ഈ ഒരു പ്രകൃതി ദുരന്തം ഒരു സംസ്ഥാനത്ത് ഇപ്പോൾ കർണാടകയാണ്, കർണാടക അവർക്കാണ് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി. അവരെടുത്ത് വലിയ പാളിച്ചകൾ പറ്റിയിട്ടുണ്ട്. ഏതായാലും മേജർ രവി അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതൊന്ന് നമ്മൾ ആദ്യം ഒന്ന് കേട്ടോക്കാം. ഇത്രയും ദിവസമായിട്ടും ഇപ്പം ഇവിടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആരോ ഉണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം കൂടെ ഇരിക്കുന്ന സമയത്താണ് ഞാനീ പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ നടന്നിരിക്കുന്ന ഈ 10ാം ദിവസം വരയ്ക്ക് ഈ ഒരു അർജൻസി നമ്മൾ കാണിച്ചിരിക്കുന്നത്, ഇത് 1ാം ദിവസം തൊട്ട് കാണിച്ചിരുന്നെങ്കിൽ എന്തെല്ലാം നമുക്ക് സേവ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇത്രയും മഴ ഹെവി ആവാതെ തുടങ്ങിയിരുന്ന സമയത്ത് തന്നെ ഇതെല്ലാം ചെയ്തിരുന്നെങ്കിൽ എന്തൊക്കെയോ നമുക്ക് പല ഹോപ്പുകളും വന്നുണ്ടായി. ഇന്നിപ്പോൾ ഹോപ്പുകൾ ഓരോന്നായിട്ട് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ കുട്ടി അർജുൻ എന്ന് പറയുന്ന വ്യക്തി ചായക്കടയിൽ കയറിയെന്നുള്ളപ്പോൾ എസ് പിയുടെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനകത്ത് പറയുന്നത് അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ സമയത്ത് ആണ് ഈ മലയിടിച്ചിൽ വന്നതെന്നും ആ മലയിടിച്ചിൽ അദ്ദേഹം നദിയിലോട്ട് വീണു, മറ്റുള്ളവർ പോയ പോലെ തന്നെ നദിയിലോട്ട് വീണിട്ടുണ്ടെങ്കിൽ ആ നീന്തൽ അറിയാവുന്ന എത്ര നീന്തൽ വിദഗ്ധനാണെങ്കിലും ശരി, ചില സമയങ്ങളിൽ അവർക്ക് നെഗോഷിയേറ്റ് ചെയ്ത് ഫ്ലോട്ട് ചെയ്ത് ഇങ്ങനെ പോവാം. പക്ഷേ ആഫ്റ്റർ സം ടൈംസ് ഇവരെ റിക്കവർ ചെയ്തിട്ട് കൊണ്ടുവരണമെങ്കിൽ ഫസ്റ്റ് തന്നെ ഇതുപോലുള്ള ഡിസാസ്റ്റർ നടക്കുന്ന സമയത്താണ് നമ്മൾ ഡ്രോൺസിൻ്റെ ഓപ്പറേഷനും ഹെലികോപ്റ്റർ സെർച്ചും ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരു എന്തെങ്കിലും എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആ ഏരിയ മുഴുവൻ ഒരു 7-8 കിലോമീറ്റർ 10 കിലോമീറ്റർ ചുറ്റളവ് മുഴുവൻ ഒബ്സർവേഷനിൽ വെച്ചിരുന്നെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ട് അർജുൻ ജീവനോട് അവിടെ എവിടെയെങ്കിലും കുടുങ്ങി കിടക്കുന്നുണ്ടായിരുന്നെങ്കിൽ അപ്പം തന്നെ രക്ഷിച്ചു കഴിഞ്ഞാൽ, അല്ല ഇപ്പോൾ കുടുങ്ങി കിടക്കുന്ന സിറ്റുവേഷനിൽ അദ്ദേഹത്തിന് ഇളകാൻ പറ്റാത്ത രീതിയിൽ ജീവനോട് ഉണ്ടെങ്കിൽ അതുതന്നെയാണ് ഞാനിപ്പോഴും ആഗ്രഹിക്കുന്നതും ആശിക്കുന്നതും. അതല്ല എങ്കിൽ ഈ 2 ദിവസത്തിനകത്ത് ഇപ്പം കാണിക്കുന്ന ഈ ഒരു പ്രൊഫഷണൽ അപ്രോച്ച് അന്ന് കാണിച്ചിരുന്നെങ്കിൽ, സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും കൂടെ കോർഡിനേഷൻ ചെയ്തിരുന്നെങ്കിൽ ഈ വ്യക്തിയെ നമുക്ക് എവിടെയെങ്കിലും ഫ്ലോട്ടായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അന്ന് തന്നെ നമുക്ക് രക്ഷിക്കാമായിരുന്നു. ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്ന സമയത്ത് ഒരു പ്ലാനിങ്ങും ഇല്ലാത്ത നീക്കമായിരുന്നു ഇവർ. ഇതിൽ നമ്മളിനിയിപ്പോൾ സൈന്യത്തെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. സൈന്യത്തിൻ്റെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു നോക്കി. കാരണം സാധാരണ ഒരു ഗോൾഡൻ ഹവർ ഉണ്ട്, എന്തും സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു ഗോൾഡൻ ഹവർ. അതിപ്പോൾ ഇനി ഒരു മർഡർ കേസാണെങ്കിലും അതല്ലെങ്കിൽ അത്തരത്തിലുള്ള മറ്റ് എന്ത് തന്നെ ആയാലും ഒരു ഗോൾഡൻ ഹവേഴ്സ് ഉണ്ട്, ഒരു 8 മണിക്കൂർ. ആ 8 മണിക്കൂർ കഴിയുന്നതിന് ശേഷം ഇത്തരത്തിൽ എന്തൊരു വിഷയമാണെങ്കിലും അതിനൊരു വ്യക്തത കിട്ടൂല. അത് പൊതുവെ ഉള്ളതാണ്. സാധാരണ ഇതിനൊരു തുമ്പുണ്ടാവും. പക്ഷേ 8 മണിക്കൂർ കഴിയും തോറും ഏതൊരു വിഷയവും വളരെ ക്രിട്ടിക്കലായിട്ട് അതിലേക്ക് പോകും. പിന്നെ ഇവരെ ഈഗോ ഭയങ്കരമായിട്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു കോർ ടീമിൻ്റെ. അവർ പല ആളുകളെ അതിനെ അടുക്കാൻ കഴിച്ചിട്ടില്ലായിരുന്നു. രഞ്ജിത്ത് ഇസ്രായേലിനൊക്കെ ഒരുപാട് ഇൻസൾട്ട് ചെയ്തിട്ടും പല ആളുകളും കേരളത്തിൽ നിന്ന് വന്ന ടീംസിനൊക്കെ സത്യത്തിൽ ഇതിൻ്റെ ആളുകൾ തന്നെ അവർക്ക് ഒരു പക്ഷേ ഇത്തരം രംഗത്തൊക്കെ പരിചയമൊക്കെ ഉണ്ടാവും. പക്ഷേ എന്നിരുന്നാലും അവർക്ക് ആദ്യ സമയത്ത് സൈന്യത്തെ ഉപയോഗപ്പെടുത്താമായിരുന്നു. ഫസ്റ്റ് ടൈമിൽ സൈന്യത്തെ ഇടപെടിച്ചിട്ട് ഇത് ഇത്ര വഷളാവുന്ന വിധത്തിലേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമില്ലായിരുന്നു. ഇനി റിക്കവർ ആവാൻ കിടക്കുന്ന ഒരു റിക്കവറിക്ക് വേണ്ടിയിട്ട് കിട്ടിയിട്ട് ആ കുടുംബത്തിന് പോലും എന്ത് കാര്യം. രഞ്ജിത്ത് ഇസ്രായേൽ അവരെ വ്യൂ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാരണം അവിടുത്തെ ആ ഒരു സിറ്റുവേഷൻ വെച്ചുകൊണ്ടുള്ള കാര്യങ്ങളായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ നദിയിലൊക്കെ ഇത്രയൊക്കെ തപ്പിയിട്ട് നദിയിൽ കണ്ടോ? നദിയിൽ യാതൊരു തുമ്പും നദിയിൽ നിന്ന് കിട്ടിയിട്ടില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് നദിയും ഉറപ്പിക്കാൻ പറ്റുമോ? കര നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഒരു 80% ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. നമുക്കത് 100% നമുക്കതിനെക്കുറിച്ച് 100% നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ നദിയിൽ നിന്ന് യാതൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ കരയിൽ ഉണ്ടാവില്ലേ?
അപ്പോൾ ഒരു ആശയക്കുഴപ്പം രൂപപ്പെട്ടിട്ടുള്ള ഒരു വലിയ ഇതിലുള്ള ഒരു പ്രശ്നം തന്നെയാണ്. പിന്നെ ഏതായാലും ഈ നമ്മളെ SP പറയുന്നുണ്ട്, SP ഇവരൊക്കെ തന്നെയാണ് ഇത് കൊളാക്കിയത് സത്യത്തിൽ. ഒരിക്കൽ അവളെ ആ വലിയ First they arrived here, they came with one person called Munaf and one Mr. Ranjit. They have argued with the district administration that they know exactly how to rescue and they are better than district administration. Since the human life is involved and they send us a thing that they know exact location and all, they want to do the operation only on the landslide side. But we are telling them it may be drifted to other, it has to drifted to other side of the river. So we have to do more operations. But he is not agreed. Since 4 days we are stuck there. And we are telling it is not there, he is not believed. And we told them it is not there, but you can go because we are doing operation. But he insisted that he has to do. So that our 4 days of precious time went wasted there because of Munaf and one Mr. Ranjit of Rescue Man. And when we are, since everybody is stopped here because landslide is happening, it is not safe and security of the press persons, we district administration put 144 ban orders here. They, in spite of that, they want to come inside. We thought you are private person, what job you have? So please go that. One of the officers told, but the Munaf told with your reporter channel that he is beaten by police or SP has beaten me. Like that, all false rumors your reporter channel telecasted. Yeah. But your channel told that is a misinformation and fake news. So that I told reporter channel that you should verify with the officers what is happening. And in the video it is very clear that he himself shouting everything. Ranjit also shouting. Police is doing their job only. So that I asked your reporter channel that before telecasting anything, we are district administration, we receive calls. Since then I am in touch with Arun, I am sending all the vital information. So this is not a fight between media and police. ഇവരെ അത് കാരണം മേജർ രവി പറഞ്ഞതനുസരിച്ച് നോക്കുന്ന സമയത്തും ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തത ഇല്ലാത്തതാണ് ഇതിലൊക്കെ വലിയ വിഷയം. ഇവരെ ഇത്തരം ഒരു സാഹചര്യത്തിൽ ഇവർ കാണിക്കുന്ന ഒരു സ്വാർത്ഥത എന്ന് വേണമെങ്കിൽ അതിനെ പറയാൻ പറ്റും. പിന്നെ ഇതിൽ വേറൊരു വിഷയമുണ്ട്. ഈ രഞ്ജിത്ത് ഇസ്രായേലിനെ ഇങ്ങനെ പലരും പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഒരു ഇൻഫർമേഷൻ മിസ്ലീഡിംഗ് ആയിട്ട് കിട്ടുമ്പോൾ അത് ബേസ് ചെയ്തിട്ടും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം രഞ്ജിത്ത് ഇസ്രായേലിനെ കുറേ ആളുകൾ കുറ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഫോൺ റിങ് എഴുതിയെന്നൊക്കെ പറയുന്ന സമയത്ത് ഏതൊരാളും ആ ഒരു ഇതിലല്ലേ ചിന്തിക്കുക. നമ്മളൊരു കേസ് അന്വേഷിക്കുമ്പോൾ അവിടുന്ന് സത്യസന്ധമായിട്ടുള്ള ഉത്തരങ്ങളല്ല കിട്ടിയിട്ടുള്ളത് എങ്കിൽ അതിനനുസരിച്ചും അത് മിസ് ലീഡിങ് ആയിട്ട് പോകും. അതായത് ഫോൺ റിങ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോഴേ ഏതൊരാളും ചിന്തിക്കുക കരയിൽ തന്നെ ആയിരിക്കും എന്നാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഫോൺ റിങ് ചെയ്തിട്ടൊന്നും ഇല്ലായിരുന്നു. അത് സത്യസന്ധമായിട്ട് അതിനുശേഷം ഈ 8:30 മണിക്ക് 16-ാം തീയതി ഇത് സംഭവിച്ചതിന് ശേഷം ഫോൺ റിങ്ങിങ് ഒന്നും ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. ഇതിലൊക്കെ മറ്റേ ഡ്രോണും അത്തരം സാങ്കേതിക വിദ്യയൊക്കെ വെച്ച് ഭയങ്കരമായിട്ട് അന്വേഷിച്ചിരുന്നു. ലോറി കണ്ടു 100 പ്രാവശ്യം പറഞ്ഞിരുന്നു മീഡിയാസുകളൊക്കെ. യഥാർത്ഥത്തിൽ എവിടെ ഒരു ലോറിയും ശരിക്കും അതൊന്നും സത്യസന്ധമായിട്ടില്ലായിരുന്നു. ടോട്ടലി മിഷൻ ഫെയിലിയർ ആണെന്ന് തന്നെ പറയാം. കുറേ നുണ പ്രചരിപ്പിച്ചു കുറേ മീഡിയാസുകൾ. ഇപ്പോൾ അവരൊന്നും കാണുന്നില്ല യഥാർത്ഥത്തിൽ. അപ്പോൾ ഇതൊക്കെ ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ, ആവശ്യമില്ലാത്ത നുണ പ്രചരിപ്പിച്ചതും ഒക്കെ ഇതിനെ ഒരുപാട് ആയിട്ട് ബാധിച്ചിട്ടുണ്ട്. സൈന്യത്തിനൊന്നും സൈന്യത്തിനൊക്കെ ഇവർ ഈ ഒരു SP ടീമും തോന്നുന്ന വിധത്തിൽ കൺട്രോൾ ചെയ്യായിരുന്നു. കാരണം അവരൊക്കെ അവരുടേതായ രീതിയിൽ നന്നായിട്ട് ഇതിനെ അന്വേഷിക്കാനും അതിൻ്റെതായ സമയത്ത് അവരെ ഇടപെടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതിനൊരു വ്യക്തമായ ഉത്തരം കിട്ടുമായിരുന്നു. ആ ആദിമ സമയത്ത് തന്നെ ഈ ജീവൻ പോലും തിരിച്ച് കിട്ടുമായിരുന്നു. ഇത്രയൊക്കെ സമയം ഒരുപാട് ഏറെ വഴുകിയ സമയത്ത്. എന്നിട്ട് ഇവരാകെ ചെയ്തത് ഒരു 4 JCBയും ഇതും വെച്ചുകൊണ്ട്. കാരണം ഇവർ പൊതുവെ ഈ കർണാടക അവരൊരു ശൈലിയാണ്. 4 JCB വെച്ചിട്ട് മാന്തി നോക്കിയിട്ട് ഇല്ല അത് അങ്ങോട്ട് തള്ളിക്കളയുക. കാരണം ഇത് കേരളത്തിലായിരുന്നു എങ്കിൽ
ഇങ്ങനെ സംഭവിക്കില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. ഏതായാലും മേജർ രവി കുറച്ചുകൂടെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഡിസാസ്റ്റർ വരുന്ന സമയത്ത് നമ്മൾ മാക്സിമം സേഫ്റ്റി അല്ലെങ്കിൽ മാക്സിമം ആയിട്ടുള്ള എന്ത് നമുക്ക് എടുക്കാൻ പറ്റും അത് വെച്ചിട്ടാണല്ലോ നമ്മൾ റിക്വസ്റ്റ് പുട്ടപ്പ് ചെയ്യുന്നത്. അല്ല ഒരു ഡിസാസ്റ്റർ ഇപ്പോൾ ഒരു മലയിടിച്ചിൽ നടന്നു, ആദ്യം പോലീസ് പോയി കുറച്ച് മണ്ണ് വാരുക, ഇങ്ങനെയല്ലല്ലോ. ഇത്രയും വലിയൊരു ഹെവി ദുരന്തം നടന്നതിന് ശേഷം നമ്മുടേതായിട്ടുള്ള അപ്രോച്ച് എന്ന് പറയുന്നത് ആദ്യമേ ഇപ്പം ചെയ്തിരിക്കുന്ന ഈ പ്രൊഫഷണൽ അപ്രോച്ച്, സ്കൂബ ഡൈവേഴ്സ്, ഹെലികോപ്റ്റേഴ്സ്, അതുപോലെ തന്നെ റഡാർ സെർച്ച്, ഇതെല്ലാം ആ ദിവസം തന്നെ സെർച്ച് ചെയ്തിട്ട് ലൊക്കേഷനെ കൊണ്ടുവരുന്നതിന് പകരം ഇവർ ഡിസ്കഷൻസും ചെയ്തുകൊണ്ട് ഓഫീഷ്യൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് 6-ാം ദിവസമാണ് ആർമിക്ക് റിക്വസ്റ്റ് പോകുന്നത്. എന്നിട്ടാണ് 7-ാം ദിവസം ആർമി വണ്ടികൾ അവിടെ നിന്ന് വരുന്നത്, അതും ബെൽഗാമിൽ നിന്ന് ബൈ റോഡ് വരികയാണ്. അപ്പോൾ ഇതൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് പ്രൊഫഷണലി എവിടേക്കോ ഒരു ഡിസ്ക്വാളിഫിക്കേഷൻ ഫീൽ ചെയ്യുന്നില്ലേ സാർ? ഞാൻ ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ആളോടും കൂടിയാണ് ചോദിക്കുന്നത്. ബിക്കോസ് ഞാൻ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അത്രയും പ്രൊഫഷണലായിട്ടുള്ള ആളുകളായിരിക്കും അവിടെ ഇരിക്കുന്നത്. ബിക്കോസ് ഇവർ റിട്ടയർ ആയിരിക്കാം, ചിലപ്പോൾ വയസ്സായിട്ടുള്ള 75. എൻ്റെ CEO ജനറൽ ദത്ത ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ നാഷണൽ സെൻട്രൽ ഇരിക്കുന്നുണ്ട്, അദ്ദേഹത്തിന് വയസ്സ് 78 പക്ഷേ ഇന്നും ഒരു സംഭവം വരുന്ന സമയത്ത് ഹീസ് ഓൺ കോൾ ഓവർ ദ. അപ്പോൾ ഈ എക്സ്പെർട്ടുകളെ വെച്ചിട്ടായിരിക്കും അവർ ആദ്യം സജഷൻസും ഒപ്പീനിയൻസും എടുക്കേണ്ടത്. അതെന്തുകൊണ്ട് ഇവരൊന്നും ചെയ്തില്ല? ഇനിയും ഇതുപോലെ ഈ ഡിസ്കഷൻ കഴിഞ്ഞ് നാളെ നമുക്ക് എല്ലാം അർജുനെയും തിരിച്ചു കിട്ടി, ട്രക്കും തിരിച്ചു കിട്ടി, അത് കഴിഞ്ഞാൽ നമ്മളെല്ലാം ഇത് മറക്കാൻ പോവല്ലേ? ഇനിയെങ്കിലും എന്തുകൊണ്ട് നമ്മൾ ഈ കാര്യങ്ങൾ സീരിയസ് ആയിട്ട് എടുത്തുകൊണ്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെതായിട്ടുള്ള പരിമിതികൾ പലതുമുണ്ട്, ആ പരിമിതികൾക്ക് അപ്പുറമാണ് ഒരു മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടതെന്ന് പറഞ്ഞാൽ എല്ലാ ഡിസ്ട്രിക്റ്റിലും മറ്റേ സ്റ്റേറ്റിലും ക്യാപിറ്റലിൽ ഒരു സ്റ്റേഷൻ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞ ആർമിയുടെ ഒരു യൂണിറ്റ് അവിടെ ഉണ്ടല്ലോ. ആ യൂണിറ്റിലേക്ക് ഇമ്മീഡിയറ്റ്ലി ഗവൺമെൻറ് ഇങ്ങനെ ഒരു സംഭവം വരുന്ന സമയത്ത് അവിടുത്തെ സ്റ്റേഷൻ കമാൻഡറെ അറിയിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ആർമിയുടേതായിട്ടുള്ളതും അതിൻ്റെ എല്ലാം മസ്റ്റർ ചെയ്തുകൊണ്ട് ആ ഫെസിലിറ്റീസ് എന്തെല്ലാം ഉണ്ട് അവർ കൊണ്ടുവന്ന് ഗ്രൗണ്ടിലിറക്കും. യഥാർത്ഥത്തിൽ ഒരു വലിയ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് എന്ന് തന്നെ പറയണം. ഇതിൽ ചെറിയതൊന്നുമല്ല, വലിയ മിസ്റ്റേക്ക്. ഈ ഒരു ഇത് അന്ന് 8:30 സംഭവിച്ചിട്ടതിന് ശേഷം ഇതിനെ ഈ ഒരു നിസ്സാരമായിട്ട് തള്ളിയതും ഇതൊക്കെ തന്നെയാണ് ഇതിൽ ഇത്രയൊക്കെ ഒരു ആശയക്കുഴപ്പമുണ്ടാകാൻ വരെ കാരണം. ഇവരിതിനെ വളരെ സിംപ്ലിഫൈ ചെയ്ത് കണ്ടതും അത്ര ഒരു സീരിയസ് ആയി ഏറ്റെടുക്കാത്തത് കൊണ്ടൊക്കെ തന്നെയാണ്. ഇനി 12ാമത്തെ ദിവസമാണ്. സത്യത്തിൽ ആളുകൾക്കൊക്കെ ജനങ്ങൾക്കൊക്കെ ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കാണാൻ പോലും താല്പര്യമില്ല. ഇപ്പം ഞാൻ ഈ വീഡിയോ ഇടുമ്പോൾ പോലും ഇതധികമൊന്നും ആളുകൾ കാണുമോ എന്നുള്ള കാര്യം തന്നെ സംശയമാണ്. കാരണം നമ്മൾ ഇത്തരം ഒരു ഇൻഫർമേഷൻ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഒരു മാധ്യമ ധർമ്മം. ആര് കണ്ടോ കണ്ടില്ലേ എന്നുള്ളതല്ല, നമ്മൾ ശബ്ദമുയർത്തണം എന്നുള്ളതാണ്. ഇത്രയും വലിയ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ട് ആ തെറ്റിനെ അംഗീകരിക്കാത്ത ഒരു മനോഭാവമാണ് യഥാർത്ഥത്തിൽ കർണാടക സർക്കാരിൻ്റെയും കർണാടക ഇത്തരം അധികാരികളെടുത്തൊക്കെ പറ്റിയിട്ടുള്ളത്. ഏതായാലും ഇനി മറ്റുള്ള ദിവസങ്ങളിലൊക്കെ എന്ത് സംഭവിക്കുമോ? സത്യത്തിൽ ഒരിക്കലും അനുകൂലമല്ലാത്ത സാഹചര്യങ്ങളാണ്, അത് നമ്മൾ സമ്മതിച്ചേ പറ്റൂ. പക്ഷേ ആദിമ നിമിഷത്തിൽ ഇതിനെ ഇടപെടാത്തതൊരു വലിയ പ്രശ്നം തന്നെയാണ് യഥാർത്ഥത്തിൽ. മറ്റൊരു വീഡിയോസുമായി വീണ്ടും കാണാം. ഓക്കെ, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.